ഹലോ എവ്രി വൺ, എന്റെ പേര് ഭാഗ്യ. ഞാൻ ലേൺ വൈസിന്റെ സോഷ്യോളജി ഫാക്കൽറ്റി ആണ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യോളജി ഓഫ് റിലിജനിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഫസ്റ്റ് യൂണിറ്റ് ഏതാന്ന് വെച്ചാൽ ഫോർമുലേറ്റിംഗ് റിലീജിയസ് എലിമെന്ററി ഫോംസ് ഓഫ് റിലിജൻ ഇതാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ നോക്കിയായിരുന്നു. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു? സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിലിജൻ. അപ്പം ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നതും എങ്ങനെ നമ്മൾ റിലിജനെ സോഷ്യോളജിക്കലി മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാ നോക്കാം. അപ്പം നമ്മൾ ഈ ഒരു യൂണിറ്റ് കവർ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, ഒന്നാമത്തത് റിലീജിയൻ സോഷ്യോളജിക്കലി എങ്ങനെയാണെന്ന് മനസ്സിലാവും. രണ്ടാമത്തത് ഇന്റലക്ച്വൽ തിയറീസ്. ഇന്റലക്ച്വൽ തിയറീസ് എന്ന് പറഞ്ഞാൽ എന്താ? പണ്ട് തൊട്ട് പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ ഓരോ വിശ്വാസം തൊട്ടുള്ള ഓരോ രീതിയിലുള്ള ടൈപ്പ് ഓഫ് റിലിജൻസ് ഉണ്ട്. അതിലാണ് ഈ സോൾ തിയറി, ഡ്രീം തിയറി, ആൻസെസ്റ്റർ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ് ഇന്റലക്ച്വലിസ്റ്റ് തിയറീസ്. അതെന്താന്ന് മനസ്സിലാക്കും. പിന്നെ ഒരു ഡിഫറൻസ് ആണ് മാജിക് എന്താണെന്നറിയാം, സയൻസ് എന്താണെന്നറിയാം, റിലിജൻ എന്താണെന്നറിയാം. പക്ഷെ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എങ്ങനെ ഇതിനെ മൂന്നിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാവും. സോ നമുക്ക് ഫസ്റ്റ് ആദ്യം റിലിജനിലേക്ക് പോവാം. അപ്പം റിലിജന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എന്താന്ന് വെച്ചാൽ, എന്താണ് റിലിജൻ അത് ആദ്യമേ ഒന്ന് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് റിലിജൻ എന്ന് പറഞ്ഞാല് നമ്മൾ മനുഷ്യരുടെ ഇടയിൽ തന്നെ ഉള്ള ഒരു വിശ്വാസം, എല്ലാവരും ഒരുപോലെ പങ്കുവെക്കുന്ന വിശ്വാസങ്ങളും ആ വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കി വരുന്ന പ്രവർത്തികളെയുമാണ് റിലിജൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ ആ മതം പറയുന്ന കാര്യങ്ങൾ ഞാൻ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. ഇതാണ് റിലിജൻ എന്ന് പറയുന്നത്. സോ ഷെയർഡ് ബിലീഫ്സ്, ഒരു വിശ്വാസം, ആൻഡ് പ്രാക്ടീസസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഇത് സൂപ്പർ നാച്ചുറൽ ആണ്, സൂപ്പർ സെൻസറി ആണ്. എന്ന് വെച്ചാൽ ഇവിടെ സൂപ്പർ നാച്ചുറൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അന്ധവിശ്വാസം എന്നുള്ള അല്ല, നമുക്ക് മനുഷ്യർക്ക് പറ്റാത്ത അമാനുഷികം എന്നുള്ളൊരു മീനിങ്ങിലാണ് സൂപ്പർ നാച്ചുറൽ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ സൂപ്പർ സെൻസറി എന്ന് പറഞ്ഞാൽ എന്താ? സെൻസറി എന്ന് പറയുമ്പോൾ തന്നെ സെൻസുമായിട്ട് 5 സെൻസസ് ഇല്ലേ നമുക്ക്? ടച്ച്, ഫീൽ, അതുപോലുള്ള ആ സെൻസസിന്റെ അൾട്ടിമേറ്റ് പവർ ആയിരിക്കും സൂപ്പർ സെൻസറി എന്ന് പറയുന്നത്. അതായത് മുകളിൽ നമ്മളിപ്പോ പ്രാർത്ഥിക്കുന്ന ദൈവം എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് അത്രമാത്രം പവർ ഉണ്ട് എന്നുള്ളൊരു നമ്മുടെ ഒരു വിശ്വാസം അല്ലെ? അപ്പൊ സൂപ്പർ സെൻസറി ആണ് റിലിജൻ, സൂപ്പർ നാച്ചുറൽ ആണ്. ഇനി ഈ റിലിജൻ എന്ന് പറഞ്ഞ വേർഡിന് ആക്ച്വലി ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള റിലിജിയോ എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്, ആ ഒരു വാക്കിൽ നിന്നാണ് റിലിജൻ വന്നത്. ഇതിന്റെ ഇതിന് 2 ടൈപ്പ്, അതായത് റിലിജിയന്റെ ആ ഒരു മിഡിൽ പാർട്ട് എടുക്കുകയാണെങ്കിൽ ലെഗ് എന്നും ലിഗ് എന്നും വരുന്നതിലായിട്ട് 2 രീതിയിലുള്ള മീനിങ്സ് ആണ് വരുന്നത്. അപ്പം ലെഗ് എന്ന് പറയുമ്പോൾ ഗ്യാദർ, കൗണ്ട് ഓർ ഒബ്സർവ്, അതായത് ഒരു കൂട്ടം ചേരുക, നിരീക്ഷിക്കുക, എണ്ണം എടുക്കുക, ആ ഒരു രീതിയിലുള്ള ഒരു മീനിങ് ആണ് ലെഗിന് വരുന്നത്. ലിഗിന് വരുന്നതെന്ന് പറഞ്ഞാൽ ബൈൻഡ് ചെയ്യുക, അതായത് ഉറപ്പിച്ച്, നമ്മൾ ബൈൻഡ് ചെയ്യുക എന്നൊക്കെ പറയത്തില്ല, എല്ലാം കെട്ടി ഉറപ്പിക്കുക, ആ ഒരു മീനിങ് ആണ് കൂട്ടത്തോട്. സോ ഈ 2 വേർഡ്, അതായത് ലെഗ് ആൻഡ് ലിഗ് എന്ന് പറഞ്ഞ 2 വേർഡിൽ നിന്നാണ് റിലിജൻ എന്ന് പറഞ്ഞ ഈ ഒരു വേർഡിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമുക്ക് സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിലിജൻ നോക്കാം. എങ്ങനെയാണ് റിലിജൻ ഒരു സോഷ്യോളജിയുടെ ബേസിൽ വരുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് റിലിജൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മതത്തിൽ വിശ്വസിക്കും, അതിന് അതിൻ്റെതായ വാല്യൂസ് ഉണ്ട്, ശരികളുണ്ട്, തെറ്റുകളുണ്ട്, ഓരോ മോറൽസ് ഉണ്ട്. മോറൽസ് എന്ന് പറയുമ്പോൾ ചില റൂൾസ് ആണ്, എന്താണ് ശരി, എന്താണ് തെറ്റ്, ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യേണ്ടതാണ്, അങ്ങനെയുള്ള കുറച്ച് വാല്യൂസും മൊറാലിറ്റിയും ഒക്കെ ഉണ്ട് ഒരു റിലിജൻ. അപ്പം ഈ റിലിജൻ എന്ന് പറഞ്ഞ ഇതെല്ലാം ഒരുമിച്ച് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. പിന്നെ പബ്ലിക് ഓർഡർ മീൻസ് ഇന്ന റിലിജനിലുള്ളവര്, ഇപ്പം ഞാൻ പറയാം ഇസ്ലാമിസത്തില് മദ്യപിക്കുന്നത് ഒരു ഹറാമാണ്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ, ഒരു പബ്ലിക് ഓർഡറിന് വേണ്ടി ചില കാര്യങ്ങള് പറ്റില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വഴി സൊസൈറ്റിയിൽ ഒരു ഓർഡർ സൃഷ്ടിക്കാൻ റിലിജൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഇന്നർ ഇൻഡിവിജ്വൽ പീസ്, അതായത് സമാധാനം. ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് സമാധാനം. അപ്പം റിലിജൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ചില സ്ഥലത്ത് പോയി ഇരുന്നിട്ട് നമ്മുടെ ഒരു മനസ്സ് ഫ്രീ ആക്കുന്ന രീതിയിൽ പോവില്ലേ? ഇപ്പൊ സന്യാസിക്കുക എന്നുള്ള, ഓരോരുത്തർ സന്യസിക്കാൻ പോകുന്നത് അത് എന്തിനാ? അവരുടെ ഒരു ഇൻഡിവിജ്വൽ ഇന്നർ പീസിന് വേണ്ടിയല്ലേ? അപ്പൊ റിലിജന് അത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ദൈവമേ, അല്ലെങ്കിൽ അള്ള, അല്ലെങ്കിൽ ഈശ്വര, കർത്താവെ എന്നൊക്കെ വിളിക്കുമ്പോ എന്താ, നമ്മളെ അവിടെ ആരോ ഒരാളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയാണ്. സോ ഒരു ഇന്നർ ഇൻഡിവിജ്വൽ പീസ്
പ്രൊവൈഡ് ചെയ്യാൻ റിലിജന് സാധിക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇത്രയും നല്ല കാര്യങ്ങൾ റിലിജൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ തന്നെ അതിന് അതിൻ്റെതായ നെഗറ്റീവ് എഫക്ട്സും ഉണ്ട്. അതായത് ഒരു റിലിജനിലുള്ള ഒരാൾ ഭയങ്കരമായിട്ട് ആ ഒരു റിലിജനിലേക്ക് ആ ഒരു മതത്തിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് മറ്റ് റിലിജനുകളെ വെറുക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെ മതഭ്രാന്തൻ എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഫെനറ്റിസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഇൻടോളറൻസ്, സഹിക്കാൻ പറ്റത്തില്ല, ഇഗ്നോറൻസ്, മറ്റുള്ളവരെ അവോയ്ഡ് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക, പിന്നെ സൂപ്പർസ്റ്റിഷൻ, അന്ധമായ വിശ്വാസങ്ങൾ. ഓക്കെ, അതാണ് സൂപ്പർസ്റ്റിഷൻ എന്ന് പറയുന്നത്. സൂപ്പർ നാച്ചുറലും സൂപ്പർസ്റ്റിഷനും തമ്മിൽ തിരിഞ്ഞത്. സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അമാനുഷികമായതും, സൂപ്പർസ്റ്റിഷൻ എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം. പിന്നെ ഒബ്സ്ക്യൂറാന്റിസം എന്ന് പറഞ്ഞാല് എന്താ, ചില കാര്യങ്ങൾ നമ്മൾ അറിയാം നമുക്ക് ഇതല്ല കറക്റ്റ് ആയിട്ടുള്ളത്, പക്ഷെ റിലിജൻ പറയുന്നത് ഒരു കാര്യമായിട്ട് തന്നെ നമ്മൾ വിശ്വസിക്കാതിരിക്കുന്നു. ഇപ്പൊ ചിലര് പറയുന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ കുരങ്ങന്മാരിൽ നിന്നും ഇവോൾവ് ചെയ്ത് വന്നതാണെന്നുണ്ട്. അപ്പൊ ചിലരാണെങ്കിൽ ഈ ഇവല്യൂഷൻ തിയറി അങ്ങ് ഭയങ്കരമായിട്ട് റിജക്ട് ചെയ്യുന്നത്, അറിഞ്ഞുകൊണ്ട് തന്നെ, അറിയാം ചിലപ്പോ ആയിരിക്കും, പക്ഷെ നമ്മുടെ റിലിജൻ പറയുന്ന അനുസരിച്ച് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതാണ് എന്നുള്ള രീതിയിൽ പറയത്തില്ല. അതിനെയാണ് ഒബ്സ്ക്യുറാന്റിസം എന്ന് പറയുന്നത്. അപ്പൊ ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ചില ഫാക്ടുകളെ വേണ്ടാന്ന് വെക്കുകയാണ് റിലിജന്റെ ബേസിൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യോളജിക്കലി നോക്കുമ്പോൾ നമ്മുടെ ഒരു വാല്യൂസ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്നർ പീസ്, ഒരു പബ്ലിക് ഓർഡർ, ഇതൊക്കെ ഉണ്ടെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള മതഭ്രാന്ത് പോലുള്ള കാര്യങ്ങളും ഉണ്ട്. ഇനി ഈ റിലിജനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും: സിമ്പിൾ, കോംപ്ലക്സ് ആൻഡ് മിക്സ്ഡ്. സിമ്പിൾ എന്താണെന്നും കോംപ്ലക്സ് എന്താണെന്ന് നമ്മൾ നോക്കും. ഇതിന്റെ രണ്ടിന്റെ ഒരു മിക്സ് ആണ് മിക്സ്ഡ് എന്ന് പറയുന്നത്. സോ സിമ്പിൾ എന്ന് പറയുന്നത് സാധാ സിമ്പിൾ, പണ്ട് ഹ്യൂമൻസ്, അതായത് മനുഷ്യന്മാർ ഉള്ളപ്പോ തൊട്ട് മനുഷ്യന്മാർ ഇവോൾവ് ചെയ്ത് തുടങ്ങിയപ്പോ തൊട്ടുള്ള ഒരു റിലിജൻ ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താ, എല്ലാരും എന്തൊക്കെയോ കുറെ ഇൻഫർമേഷൻസ് ഒക്കെ ഇങ്ങനെ അവർക്ക് പേടിയുള്ള കാര്യങ്ങളെയാണ് അവർ ആദ്യം ആരാധിച്ചു തുടങ്ങിയത്. ഇപ്പൊ പാമ്പിനെ വർഷിപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരില്ലേ, നാഗദൈവത്തെ പ്രാർത്ഥിക്കുന്ന. എന്തുകൊണ്ടാ അത്? കാരണം പാമ്പിനോടുള്ള പേടിയിൽ നിന്നാണ് വന്നത്. ഓക്കെ, അങ്ങനെ പേടിയുള്ള കാര്യങ്ങളെ പ്രാർത്ഥിച്ച്, അതുപോലെ തന്നെ ഇപ്പം പണ്ടത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ഒക്കെ നടക്കുമ്പോൾ ഭയങ്കര വലിയ മഴയൊക്കെ വരുവാണെങ്കിൽ അത് ഭയങ്കര ഒരു പ്രശ്നമാണ് അല്ലെ, വലിയ മഴ. അപ്പൊ അവരെന്ത് ചെയ്തു? മഴയെ പ്രാർത്ഥിച്ചു, ആകാശത്തെ, നേച്ചറിനെ പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനൊന്നും പാടില്ലയോ ഞങ്ങൾക്ക് അങ്ങനെ. അപ്പം ആ ഒരു പേടിയിൽ നിന്നാണ് ഈ ഒരു ആരാധന അല്ലെങ്കിൽ ഒരു വേർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം വന്നത്. അപ്പം ആ അപ്പിയറൻസ് ഓഫ് അതായത് ഹ്യൂമൻസ് ഉണ്ടായിരുന്ന സമയം തൊട്ടേ ഉള്ള റിലിജൻ ആണ് സിമ്പിൾ എന്ന് പറയുന്നത്. അത് ഓറലി ആണ്, ഇങ്ങ് എഴുതിയൊന്നും വെച്ചിട്ടില്ല. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഓരോ ജനറേഷനിലൂടെ പറഞ്ഞിട്ടാണ് ഈ ഒരു റിലിജന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടെ എല്ലാവരും ചിലപ്പോൾ ഒരു ദിവസം എടുത്തിട്ട് അവർ ഷെയർ ചെയ്യും ഇന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു മൂർത്തിക്ക് വേണ്ടി ഇപ്പൊ കല്ലിനെ ഒരിടത്ത് വെച്ചിട്ട് അതിനെ പ്രാർത്ഥിക്കുമ്പോൾ അവരെല്ലാവരും വന്ന് ഒരേ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ഒരു ഫെസ്റ്റിവൽ പോലെ നടക്കുന്നു, നല്ല ഗുഡ് ഫെയ്ത്ത് ആയിരിക്കും. പിന്നെ അവിടെ ഹോളി ബുക്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ഒരു സിമ്പിൾ ഫോം ഓഫ് റിലിജൻ ആണ്. പിന്നെ ആ ഹിസ്റ്റോറിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഒറിജിൻ എങ്ങനെയാണെന്ന് ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല. സോ സിമ്പിൾ റിലിജൻ ഹ്യൂമൻസ് ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എങ്ങനെ തുടങ്ങിയെന്നോ എന്ത് മുതലാണ് അതിന്റെ ഒറിജിൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള റിലിജൻ ആണ് സിമ്പിൾ റിലിജൻ എന്ന് പറയുന്നത്. ഇനി ഡർക്കീമിന്റെ സേക്രഡ് ആൻഡ് പ്രൊഫൈൻ കോൺസെപ്റ്റ് എന്താന്ന് നോക്കാം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ കുളിക്കുന്നു, ഡെയിലി നമ്മൾ കുളിക്കുന്നുണ്ട്. അപ്പം അതൊരു സേക്രഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, അതൊരു പ്രൊഫൈൻ ആണ്. മുണ്ടെയിൻ ഡെയിലി ആക്ടിവിറ്റീസ്, വലിയ ഡെയിലി നടക്കുന്ന ഒരു കാര്യം, വലിയ സേക്രഡ് ഹോളി അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷെ നമ്മൾ ഗംഗാ നദിയിൽ പോയി കുളിക്കുന്നു, വാരണാസിയിൽ ചെന്നിട്ട് ഗംഗാ നദിയിൽ പോയി കുളിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അതെന്താ? അവിടെ ഒരു സേക്രഡ് എലമെന്റ് ഉണ്ട്, അവിടെ ഒരു ഹോളിനെസ് ഉണ്ട്, റിലീജിയനുമായിട്ട് കൺസേൺഡ് ആണ്. അപ്പം സാധാ കാര്യങ്ങൾ, ഇപ്പം ഒരേ ആക്ടിവിറ്റി തന്നെ രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. സേക്രഡ് ആയിട്ടും കാണാൻ പറ്റും, പ്രൊഫൈൻ ആയിട്ടും കാണാൻ പറ്റും. അപ്പൊ ഡർക്കീം ആക്ച്വലി സേക്രഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഭയങ്കര പവിത്രതയോടെ കാണുന്നത് നമുക്ക് ദോഷകരമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പൊ കാലാട്ടുക അത് ദോഷമാണ്, അല്ലെങ്കിൽ ഗംഗയിൽ കുളിക്കുക എന്നുള്ളത് ഭയങ്കര പുണ്യപ്രവൃത്തിയല്ലേ. അപ്പം സാധാ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന കുറെ കാര്യങ്ങളെയാണ് സേക്രഡ്, ഫോർബിഡൻ അല്ലെങ്കിൽ സെറ്റ് അപ്പാർട്ട് ഫ്രം ദ പ്രൊഫൈൻ. പ്രൊഫൈൻ എന്ന് പറഞ്ഞാൽ എന്താ? മൺഡെയിൻ ആയിട്ടുള്ള ഡെയിലി ആക്ടിവിറ്റീസിനെയാണ് പ്രൊഫൈൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് സേക്രഡ് എന്ന് പറയുന്നത്. ഇപ്പം ഡർക്കീം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഡർക്കീമിന്റെ എലമെന്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ് എന്ന് പറഞ്ഞ ബുക്കിലാണ് ഈ ഒരു സേക്രഡ് പ്രൊഫൈനെ പറ്റിയും റിലിജനെ പറ്റിയൊക്കെ പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, സേക്രഡ് എലമെന്റ്
എന്ന് പറഞ്ഞാൽ റിലിജനും പ്രൊഫൈൽ എലമെന്റ് എന്ന് പറഞ്ഞ മാജിക് അല്ലെങ്കിൽ പ്രിമിറ്റീവ് സയൻസ്, പഴയ സയൻസും മാജിക്കും ഒക്കെ പ്രൊഫൈൻ ആണ്, സാധാ ആക്ടിവിറ്റി. പക്ഷെ റിലിജൻ എന്ന് പറയുന്നത് ഒരു സേക്രഡ് ആണെന്നാണ് ഡർക്കിൻ പറയുന്നത്. പക്ഷെ മലിനോസ്കി പറയുന്നത് റിലിജനും മാജിക്കും സേക്രഡ് ആണ്, സയൻസ് മാത്രമേ ഉള്ളൂ പ്രൊഫൈൻ, സയൻസ് മാത്രമേ ഉള്ളൂ ആ ഒരു സേക്രഡ് സാധനം ഇല്ലാതെ. പക്ഷെ മാജിക്കിനും ഒരു റിലീജിയസ് എഫക്ട് അല്ലെങ്കിൽ ഒരു സേക്രഡ് ആയിട്ടുള്ളൊരു, നമുക്ക് പേടി വരികയോ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നുള്ള ഒരു ഭയങ്കര ഒരു കൺസേൺ കൊടുക്കുന്ന ഒരു കാര്യം. അപ്പൊ മാജിക്കും റിലിജിയനും എന്താണ് സേക്രഡ് എന്നാണ് മലിനോസ്കി പറയുന്നത്. എന്നാൽ സയൻസ് മാത്രം ഉള്ളു പ്രൊഫൈൻ എന്നാണ് ആരാ മലിനോസ്കി പറയുന്നത്. പക്ഷെ സയൻസും മാജിക്കും പ്രൊഫൈൻ ആണ്, റിലിജൻ മാത്രമേ സേക്രഡ് ആണെന്ന് പറയുന്നത് ആരാ ഡർക്കീമാണ്. ഇനി മിത്ത് എന്ന് പറയുന്നത് ഐതിഹ്യങ്ങൾ, അത് ആക്ച്വലി നമ്മുടെ ഓരോ വിശ്വാസത്തെ ഒരു ജനറേഷൻ തൊട്ട് വേറൊരു ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് മിത്ത് എന്ന് പറയുന്നത്. എന്താ മിത്ത്? മിത്ത് എന്ന് പറഞ്ഞാൽ ഐതിഹ്യം. അപ്പൊ ഹിന്ദു മിത്തോളജി ഉണ്ട്, ഗ്രീക്ക് മിത്തോളജി, റോമൻ മിത്തോളജി, ഓരോന്നിനും ഓരോ കഥകളുണ്ട് ഓരോ കാര്യങ്ങളെ പറ്റി. അപ്പൊ അതിങ്ങനെ ജനറേഷൻ തോറും ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് മിത്ത് എന്ന് പറയുന്നത്. ഇനി ടൈലറിന്റെ പ്രിമിറ്റീവ് കൾച്ചർ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് തിയറി ഓഫ് അനിമിസം. അനിമിസം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ്, അതിലുള്ള ഒരു വിശ്വാസമാണ്. എന്ന് വെച്ചാല് കാണുന്ന എല്ലായിടത്തിലും, ഇപ്പം ലിവിങ് ആയിക്കോട്ടെ നോൺ ലിവിങ് ആയിക്കോട്ടെ, എല്ലാത്തിലും എന്തുണ്ട്, ഒരു സ്പിരിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ആത്മാവുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് അനിമിസം. ഇപ്പൊ സ്റ്റോൺ ആവാം, ട്രീ ആവാം, എന്തിലും ഒരു സ്പിരിറ്റ് ഉണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ ഒരു ആത്മാവുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അനിമിസം തിയറി എന്ന് പറയുന്നത്. അതിൽ തന്നെ ലോവർ അനിമിസം ഉണ്ട്, ഹയർ അനിമിസം ഉണ്ട്. എന്താ ലോവർ അനിമിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആത്മാവ് ഉണ്ടല്ലോ, അത് മരണശേഷവും കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ലോവർ അനിമിസം എന്ന് പറയുന്നത്. ഓക്കെ, so soul is continued after death in a condition which does not depend on its death during life. അതായത് സോള് പിന്നെ അതായത് ഡിപ്പെൻഡ് ചെയ്യത്തില്ല ഡെത്തിന്റെ സമയത്ത്, അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാതെ സോൾ എന്ന് പറഞ്ഞാൽ എന്താ ഡെത്തിന്റെ സമയത്തും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാണ് ലോവർ അനിമിസം പറയുന്നത്. ഹയർ അനിമിസം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് നമ്മുടെ സോളിന് എന്ത് കിട്ടും, റിവാർഡ്സും കിട്ടും പണിഷ്മെന്റും കിട്ടും. ആ ഒരു തിയറിയാണ്. നമ്മൾ എന്താണോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ച് നമ്മുടെ സോള് നന്നാവും, അല്ലെങ്കിൽ അതിനനുസരിച്ച് ചീത്തയായിക്കൊണ്ടുള്ള പണിഷ്മെന്റ്സ് കിട്ടും. ഇതാണ് ഹയർ അനിമിസം. സോ ബേസിക്കലി അനിമിസം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു ബിലീഫ്, സോള്, സ്പിരിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിലും കാണുന്ന എല്ലാ ഇൻഅനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിലും ഉണ്ട് എന്ന് പറയുന്നതാണ് എന്ത് അനിമിസം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് അനിമാറ്റിസം. അനിമിസം തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അനിമാറ്റിസം എന്ന് പറഞ്ഞാൽ നേച്ചറിൽ, പ്രകൃതിയിലുള്ള എല്ലാത്തിനും ജീവനുണ്ട്, അതിനൊരു സ്പിരിറ്റ് ഉണ്ട്, അതെല്ലാം അലൈവ് ആണ്. അനിമേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അലൈവ് ആണ് എന്നാണ്. സോ ദ ബിലീവ് ദാറ്റ് എവറിത്തിങ് ഇൻ നേച്ചർ, എന്തോ ഉണ്ട്. ഇപ്പം എന്റെ മുന്നിൽ കാണുന്ന ഒരു കല്ലാണെങ്കിലും മരമാണെങ്കിലും മണ്ണാണെങ്കിലും റിവർ ആണെങ്കിലും ഇതിനെല്ലാം ജീവനുണ്ട് എന്ന് പറയുന്നതാണ് എന്ത് അനിമാറ്റിസം. അതിനകത്ത് തന്നെ മാന തിയറിയും നേച്ചറിസം, അതായത് നേച്ചറിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ മാനായിസം എന്ന് പറയുന്നത് ഈ അനിമാറ്റിസത്തിന്റെ ഒരു ടൈപ്പ് ആണ് അല്ലെങ്കിൽ ഒരു ഫോം ആണ് എന്ന് ആര് പറഞ്ഞു? മജുംദർ ആൻഡ് മദൻ അവരുടെ ആ ഒരു തിയറിക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു തിയറി ബേസ് ചെയ്തേക്കുന്നത് ആക്ച്വലി പ്രിമിറ്റീവ് റിലീജിയൻ, അതായത് പണ്ടത്തെ സിമ്പിൾ ഫോം ഓഫ് സാധനം ഉണ്ടല്ലോ, ഈ അനിമിസവും അനിമാറ്റിസവും എല്ലാം വരുന്നത് സിമ്പിൾ റിലീജിയൻ ആണ്. നമ്മൾ സിമ്പിൾ കോംപ്ലക്സ് മിക്സ്ഡ് എന്ന് പറഞ്ഞതിൽ സിമ്പിളിൽ വരുന്നതാണ് ഈ അനിമിസവും അനിമാറ്റിസവും നേച്ചറിസവും ഒക്കെ. സോ പ്രിമിറ്റീവ് റിലീജിയനിൽ ഫോളോ ചെയ്യുന്നതായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ബിലീഫ് ഇൻ ഓൾ പ്രിവൈഡിങ് സൂപ്പർനാച്ചുറൽ, അമാനുഷികമായ ശക്തിയെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു അനിമാറ്റിസം എന്ന് പറയുന്നത്. നമ്മുടെ ബീഹാറിൽ, അതായത് ഇന്ത്യയിലെ തന്നെ ബീഹാറിലെ ഹോസ് ഓഫ് സിംഗഭൂമി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അവര് ഈ മജുംദാർ പഠിച്ചൊരു സ്റ്റഡി അനുസരിച്ച് അവിടെ അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ബിലീഫാണ് ഈ അനിമിസം ഒക്കെ പോലെ. ആ ഹോസ്, സിംഗഭൂമിയിലെ ഹോസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ആൾക്കാര് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു റിലിജൻ ആണ് ബൊങ്കേയിസം എന്ന് പറയുന്നത്. എന്താ ബൊങ്കേയിസം എന്ന് പറഞ്ഞാല് അവർ വിശ്വസിക്കുന്നത് ബൊങ്ക എന്ന് പറഞ്ഞ ഒരു, ബൊങ്ക എന്ന് പറഞ്ഞാൽ മെയിൻലി മീനിങ് വരുന്നത് സോള്, സ്പിരിറ്റ്, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ആണ് അവർ കൊടുക്കുന്നത്. പക്ഷെ അവർ കൊടുത്തേക്കുന്ന പേരാണ് അതിന് ബൊങ്ക എന്ന് പറയുന്നത്. സോ ബൊങ്ക വിച്ച് റിസൈഡ്സ് ഇൻ ട്രീ, ഇപ്പം ഒരു മരത്തിൽ കാണും ബൊങ്കയുണ്ട്, ഒരു സ്പിരിറ്റ് ഉണ്ടെന്നും പറഞ്ഞ് അവർ അതിനെ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ മാൻമെയ്ഡ് ആർട്ടിക്കിൾസ് ആയിട്ടുള്ള ബൈസൈക്കിൾസ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യത്തിലും എന്തുണ്ട് ഈ ബൊങ്കയുണ്ടെന്നും പറഞ്ഞിട്ട് അവർ അതിനെ വിശ്വസിക്കുന്നതിനെയാണ്
ആണ് ബൊങ്കെയിസം എന്ന് പറയുന്നത്. സോ അതും ഒരു സിമ്പിൾ ഫോം ഓഫ് റിലിജൻ, അതായത് സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്, കാണുന്ന എല്ലാത്തിലും ജീവനുണ്ട് എന്നുള്ള ഒരു വിശ്വാസം തന്നെയല്ലേ. സോ അനിമിസത്തിന്റെ ഒരു ഭാഗം പോലെ തന്നെയാണ് ബൊങ്കെയിസം എന്നും പറയാം. ജെയിംസ് പ്രസർ എന്ന് പറഞ്ഞ ഒരു ആന്ത്രോപോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് റിലിജനും മാജിക്കും ഒരുമിച്ചാണ്, എക്സിസ്റ്റ് ടുഗെദർ എന്നുള്ളൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കാം മാജിക്കും റിലിജനും സയൻസ് സിമ്പിൾ ആയിട്ട് എന്താണെന്ന്. സോ മാജിക് എന്ന് പറയുമ്പോൾ ഒരു ബിലീഫ്, അതായത് നമുക്കൊരു സൂപ്പർ നാച്ചുറൽ അമാനുഷിക മാജിക് കണ്ടിട്ടില്ലേ, ഹാരി പോട്ടറിലൊക്കെ എന്തോരം മാജിക്കാ കാണിക്കുന്നത്. അപ്പൊ മാജിക് എന്ന് പറയുമ്പോൾ നമ്മുടെ സൂപ്പർ നാച്ചുറൽ പവേഴ്സിന് ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കഴിവുണ്ട് എന്തും തീരുമാനിക്കാനുണ്ട്. നമ്മുടെ ആ ഒരു സൂപ്പർ നാച്ചുറൽ പവറിലുള്ള വിശ്വാസത്തെയാണ് മാജിക് എന്ന് പറയുന്നത്. ബിലീഫ് ഇൻ ദ സുപ്പീരിയർ സൂപ്പർ നാച്ചുറൽ പവർ വിച്ച് കോഴ്സസ് ഇറ്റ് ഇൻ ടു സർവീസ്. കോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷറൈസ് ചെയ്യുന്നു എന്നുള്ളൊരു മീനിങ് ആണ്. സോ പ്രഷറൈസ് ചെയ്ത് നമ്മളെ ആ ഒരു വഴിക്കാക്കാൻ മാജിക് ഹെൽപ്പ് ചെയ്യും. മാജിക് ഉണ്ടെങ്കിൽ നമുക്ക് മാജിക്കൽ പവർ ഉണ്ട് എങ്കിൽ, ആ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാം. രണ്ട് രീതിയിൽ ഉപയോഗിക്കാം, നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പൊ ബ്ലാക്ക് മാജിക് ദുർമന്ത്രവാദവും ആവാം, അല്ലെങ്കിൽ മന്ത്രവാദവും ആവാം. ഓക്കെ, അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മാജിക്. ഇപ്പം കുറെ മാജിക്കൽ വേർഡ്സ് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ശക്തിയെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മന്ത്രം ജപിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് മന്ത്രം ജപിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ ഓരോന്ന് സംഭവിക്കുന്നത് മാജിക് ആണ്. കാരണം ആ ഒരു സൂപ്പർ നാച്ചുറൽ എന്താ സ്പിരിറ്റിന്റെ കൂടെ നമ്മൾ കുറെ മാജിക്കൽ വേർഡ്സ് പറയുന്നു, അത് നമ്മുടെ ഡിമാൻഡ് സാധീകരിച്ചു തരുന്നു. അപ്പം ആ ഒരു ഇതാണ് മാജിക് എന്ന് പറയുന്നത്. പക്ഷേ ഈ സൂപ്പർ നാച്ചുറൽ പവറിന് മേളിൽ ഇരിക്കുന്ന ഒരാളുണ്ടെന്നും അങ്ങനെ ഒരു പവർ ഉണ്ടെന്നും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാതെ തന്നെ വേർഷിപ്പ് ചെയ്യുന്നതിനെയാണ് റിലിജിയൻ എന്ന് പറയുന്നത്. ഈ സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ് ഉണ്ട്, അതിനെ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻ ചെയ്യാതെ അനുസരിക്കുക എന്നുള്ളതാണ് സബ്സേവിയന്റ് എന്നുള്ളൊരു വേർഡിന്റെ മീനിങ് വരുന്നത്. സോ സൂപ്പർ നാച്ചുറൽ ഫോഴ്സസിനൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാതെ വേർഷിപ്പ് ചെയ്യുന്നതിനെയാണ് എന്ത് റിലിജൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നോളജിന്റെ ഒരു പ്രോഗ്രസ്, ഒരു ഡെവലപ്മെന്റിനെയാണ് എന്ത് സയൻസ് എന്ന് പറയുന്നത്. സോ മാജിക് എന്ന് പറയുമ്പോൾ സൂപ്പർ നാച്ചുറൽ പവറിൽ വിശ്വാസം ഉണ്ട്, പക്ഷെ നമ്മൾ ഓരോ മന്ത്രങ്ങൾ ജപിച്ച് അതിനെ ആ സൂപ്പർ നാച്ചുറൽ പവേഴ്സിനെ നമ്മുടെ ഭാഗത്തോട്ടാക്കുന്നു. റിലിജൻ എന്ന് പറയുമ്പം ആ ഒരു സൂപ്പർ നാച്ചുറൽ പവറിനെ ക്വസ്റ്റ്യൻ ചെയ്യാതെ അനുസരിക്കുന്നു. ആൻഡ് മാജിക് എന്ന് പറയുന്നത് എന്താണ്, പ്രോഗ്രസ് ഓഫ് നോളജ്, കുറച്ചുകൂടെ റാഷണൽ അല്ലെങ്കിൽ ഒരു ലോജിക് പരമായിട്ടുള്ള കാര്യമാണ് സയൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കോംപ്ലക്സ് ഫോം ഓഫ് റിലിജൻ. ഇത്രയും നേരം നമ്മൾ നോക്കിയത് സിമ്പിൾ ഫോം ഓഫ് റിലിജൻ ആണ്. അപ്പൊ കോംപ്ലക്സ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സിമ്പിളിന് അഹിസ്റ്റോറിക്കൽ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിൻ ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ കോംപ്ലക്സ് ഫോം എന്ന് പറയുന്നത് എന്താണ്, ഹിസ്റ്റോറിക്കൽ ആണ്. അതിൽ എവിടുന്ന ഒറിജിൻ ചെയ്ത്, ഇപ്പൊ നമ്മുടെ ഈ ടെക്സ്റ്റിലൊക്കെ ഉള്ളത്, ഇപ്പൊ വേദിക്സ്, അപ്പം ഹിന്ദുയിസം, ഋഗ്വേദങ്ങള്, അല്ലെങ്കിൽ ഖുറാനിൽ അങ്ങനെ ഒരു ഹോളി ബുക്ക് കാണും. അവർക്ക് ഒരു കുറച്ചൊരു ഫൗണ്ടഡ് ആയിട്ടുള്ള ഒരു റിലീജിയൻ ആണ്. ഇതിന്റെ വിശ്വാസവും റിച്വലും എന്നൊക്കെ പറഞ്ഞ കോഡിഫൈഡ് ആൻഡ് ടെക്സ്ച്വലൈസ്ഡ്, അതായത് എന്താണ് അതിന് ബുക്കും കോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. പുതിയ ഡോക്ടറിൻസ് ഫോം ചെയ്യാം. ഇപ്പം ചർച്ച് കാത്തോലിസിസം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു, അവരിൽ നിന്ന് ഒരു സെപ്പറേറ്റ് സെക്ട് ആയിട്ട് പ്രൊട്ടസ്റ്റാനിസം ഫോം ചെയ്തു, അങ്ങനെ മെത്തേഡിസ്റ്റ് ഫോം ചെയ്തു, അങ്ങനെ ഒരു സെക്ട് കൾട്ട് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ട് അതൊരു ഫൗണ്ടഡ് റിലിജൻ ആണ്. സോ മിക്സ്ഡ് എന്ന് പറയുമ്പോൾ ഈ സിമ്പിളിന്റെയും കോംപ്ലക്സിന്റെയും ഒരു മിക്സ്. ഓക്കെ, ഇനി നമുക്ക് റിലിജൻ ആസ് എ ഗ്രൂപ്പ്, അല്ലെങ്കിൽ റിലിജൻ എന്ന് പറയുന്നത് എന്താ, ഒരു ഗ്രൂപ്പ് ഫിനോമിനൽ. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് വിശ്വസിച്ചെന്നും പറഞ്ഞിട്ട് അത് റിലിജൻ ആകത്തില്ല. അതൊരു സോഷ്യലി അക്സെപ്റ്റഡ് ആയിട്ട് എല്ലാവരും അതിനനുസരിച്ചിട്ട് ഒരുപോലെ നിന്ന് എല്ലാവരും ഷെയർ ചെയ്യുന്നതിനെയാണ് റിലിജൻ എന്ന് പറയുന്നത്, അല്ലെ. സോ എല്ലാ റിലിജനും കളക്റ്റീവ് വർഷിപ്പ് എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ അമ്പലങ്ങളുണ്ട്, എല്ലാവരും ഇപ്പം ഒരു ആഘോഷങ്ങള് പ്രാർത്ഥിക്കുമ്പം ഇപ്പൊ ഈ ഒരു ഇമേജിൽ തന്നെ കണ്ടു, ഒരു അമ്പലത്തിൽ ഒരു ഉത്സവത്തിന് എല്ലാവരും കൂടെ ചേരുമ്പോഴാണ് അവിടെ ഒരു റിലീജിയസ് ഫീലിങ്സ് വരുന്നത്. അത് ആൾക്കാരെ കണക്ട് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ സാധാ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലല്ല ഒരു ഉത്സവത്തിന് പോകുമ്പോ, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, സോ ഫെസ്റ്റിവൽസിനും റിച്വൽസിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ആൾക്കാരെ കൂട്ടിച്ചേർക്കാൻ. ഇപ്പം നമ്മളിപ്പോ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു, അമ്പലത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പള്ളിയിലൊക്കെ പെരുന്നാൾ നടക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു, മറ്റുള്ളവരെ കാണുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു, ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. മീൻസ് ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് ഹെൽപ്പ് ചെയ്യും, ഈ റിലിജൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഫിനോമിന ആയതുകൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി MN ശ്രീനിവാസ് കൂർഗ് വില്ലേജിനെ പറ്റി പഠിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ വില്ലേജ് ഫെസ്റ്റിവൽസ് നടക്കുമല്ലോ, അപ്പം ആ ഫെസ്റ്റിവൽസ് നടക്കുമ്പം ഒരു ദൈവം, ഒരു അമ്പലത്തിൽ ഒരു ദൈവം കാണും, ആ ദൈവത്തെ വെച്ചിട്ട് ആ ദൈവത്തിന്റെ പിറന്നാളായിരിക്കും, അല്ലെങ്കിൽ ആ ദൈവത്തെ ആ സ്ഥലത്ത് പ്രതിഷ്ഠിച്ച ദിനമായിരിക്കും. അങ്ങനെയുള്ള അതിന്റെ ബേസിൽ ഫെസ്റ്റിവൽസ് നടക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നു,
ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ വില്ലേജ് എന്ന് പറയുമ്പോൾ അവരെല്ലാരും ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കുന്നതിന്, അതായത് കളക്റ്റീവ് ഡിന്നറിനായ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ആ വില്ലേജിലുള്ള എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതിന്റെ പേരാണ് ഉറോം എന്ന് പറയുന്നത്. കൂർഗിലെ വില്ലേജ് എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്ന ഡിന്നറിനെയാണ് ഉറോം എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ ഇത്രയും ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിലിജൻ എന്ന് പറയുന്നത്. പിന്നെ ഡർക്കീം പറഞ്ഞിട്ടുണ്ട്, ദൈവം എന്ന് പറയുന്നത് മനുഷ്യൻ സൃഷ്ടിച്ചതാണ്, അല്ലാതെ മനുഷ്യൻ, നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷെ ആക്ച്വലി ദൈവം എന്ന് പറയുന്നത് മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു കോൺസെപ്റ്റ് ആണെന്നും, അതും ഒരാളല്ലല്ലോ, ഹ്യൂമൻ എന്ന് പറയുന്ന ഒറ്റ ഒരാളല്ല, എല്ലാവരും കൂടെ ചേർന്ന് ഒരു സോഷ്യൽ ക്രിയേഷൻ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ എല്ലാവരുടെയും ഉള്ളിൽ നിന്ന് വന്നതാണെന്നും, അത് ഈ കളക്റ്റീവ് എഫർവെസൻസ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരോടും കൂടിച്ചേരുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സന്തോഷം വരത്തില്ലേ, അതിനെയാണ് കളക്റ്റീവ്, ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്ങിനെയാണ് എഫർവെസൻസ് എന്ന് പറയുന്നത്. എല്ലാവരോടും കമ്മിങ് ടുഗദർ ചെയ്യുമ്പോൾ എന്നിട്ട് അവിടെ നിന്ന് എന്തോ പല റിച്വൽസ് ഉണ്ടാവുന്നു, ഫങ്ഷൻസ് ഉണ്ടാവുന്നു, ആൾക്കാർ തമ്മിൽ എൻജോയ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. സോ ഇതാണ് റിലിജൻ ആസ് എ ഗ്രൂപ്പ് ഫിനോമിൻ. പിന്നെ നമ്മുടെ ഓരോ റിലീജിയസ് അഫിലിയേഷൻ, ഞാനിപ്പോ ഏത് റിലിജനിൽ ഞാൻ വിശ്വസിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ പബ്ലിക് ആയിട്ടുള്ള ഒരു കാര്യമല്ല, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ളതാണ്. കൂടുതൽ പേരും നമ്മൾ ജനിക്കുന്നത് നമ്മുടെ പേരൻസിന്റെ ആ ഒരു റിലിജൻ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതല്ലാതെ അതിന് വേറിട്ട് ഇപ്പം ഹിന്ദുയിസത്തിൽ തന്നെയാണെങ്കിലും ചിലർക്ക് ഇസമാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ അതിലേക്ക് കൺവേർട്ട് ആവുന്നവരുണ്ട്. അല്ലാതെ കൺവേർട്ട് ആവാതെ തന്നെ എല്ലാ മതത്തിലും ഒരുപോലെ വിശ്വസിക്കുന്നവരുണ്ട്. ചില പേരൻസ് ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഇഷ്ടമുള്ള റിലിജൻ ഫോളോ ചെയ്യാൻ പറയും, ചിലർക്കാണെങ്കിൽ അത് പ്രശ്നമായിരിക്കും. അപ്പൊ അതെന്നൊക്കെ പറയുന്നത് ഒരു പേഴ്സണൽ കാര്യമാണ്. പബ്ലിക് ആയിട്ടുള്ള അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചിലർ ക്രിട്ടിക്കൽ ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ ഒരു ഹിന്ദു ഫാമിലിയിൽ ജനിച്ചിട്ട് ഞാനിപ്പോ ഒരു ക്രിസ്ത്യാനിറ്റി എനിക്ക് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോ എന്റെ ഫാമിലി സമ്മതിക്കത്തില്ലായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോ എന്റെ ഫാമിലിക്ക് എനിക്ക് ഭയങ്കര പരിപൂർണ്ണ സമ്മതമായിരിക്കും, ചിലപ്പോൾ അവർക്കും ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യാനായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ വരും. ക്രിട്ടിക്കലും ആവാം, അതുപോലെ തന്നെ സപ്പോർട്ടീവും ആവാം. ഇനി സൂപ്പർ നാച്ചുറലും സേക്രഡും, ഈ രണ്ട് കോൺസെപ്റ്റ് എന്താ നോക്കാം. സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര അമാനുഷികമായ ശക്തി ഉള്ളതിനെയാണ് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്. അത് നമുക്ക് പെട്ടെന്നൊന്നും ഒരു ഫിസിക്കൽ എന്ന് പറഞ്ഞ ഒരു നമുക്കൊരു കാണുന്ന രീതി, നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല, ആ ഒരു രീതിയിൽ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോ ഒരു വലിയൊരു കഴിവ്, എക്സ്ട്രാ ഓർഡിനറി കഴിവ്, അതും നിലയ്ക്കാത്ത ഇൻഫൈനൈറ്റ് ആയിട്ട് വലിയൊരു നീണ്ട, ഫൈനൈറ്റ് എന്ന് പറഞ്ഞ ഒരു എൻഡ് കാണും, ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എൻഡ് ഇല്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ഒംനിപൊട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തും ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടുകയാണ്. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു തരാനുള്ള ഒരു കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. അത് തന്നെയാണ് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്. സാധാ മനുഷ്യർക്ക് സാധിക്കാൻ പറ്റിയ കാര്യമാണെങ്കിൽ നമുക്ക് അങ്ങ് ചെയ്താൽ പോരെ. പക്ഷെ സൂപ്പർ നാച്ചുറൽ ആകുമ്പോൾ നമുക്ക് ഇപ്പൊ കാര്യം സാധിക്കാം എന്നുള്ളൊരു വിശ്വാസമാണ്. അതാണ് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്. അതിലും നമ്മളൊരു ഹൈറാർക്കി, ചിലപ്പം ഓരോ പവർ മീൻസ് ഇപ്പം ചില ദൈവങ്ങള് പ്രാർത്ഥിക്കുമ്പോ ഭയങ്കര പവർ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ അവിടെ ഒരു ഹൈറാർക്കി ചില ബിലീവേഴ്സ് കാണിക്കാറുണ്ട്. ഇപ്പൊ ബ്രഹ്മ, വിഷ്ണു, മഹേഷ്, ഈ ഒരു 3 ഹിന്ദു ഗോഡ്സിനെ എടുക്കുകയാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഓരോ ഫംഗ്ഷൻ ഉണ്ട്, ഇല്ലേ? ഇപ്പം ഹൈറാർക്കിയുടെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പൊ ബ്രഹ്മാവിന്റെ ഡ്യൂട്ടി എന്താ? ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ ഓരോ ദൈവത്തിനും ഇപ്പം മോണോസ്റ്റിക് ആയിട്ടുള്ള റിലിജനും ഉണ്ട്, പോളിതീസ്റ്റിക് ആയിട്ടുള്ള റിലിജനും ഉണ്ട്. മോണോതീസ്റ്റിക് എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു ദൈവത്തെ ഫോളോ ചെയ്യുന്നത്. ഇസ്ലാം ഒക്കെ അങ്ങനെയാണ്. പക്ഷെ പോളിതീസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൈവങ്ങളാണ്. ഹിന്ദുയിസത്തിലൊക്കെ എത്രയോ ദൈവങ്ങളാണ്. ഓരോരുത്തരുടെ തന്നെ സബായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പൊ വിഷ്ണുവിന്റെ തന്നെ ഒരു അവതാരമാണ് കൃഷ്ണനും രാമനും ഒക്കെ. അപ്പം ഹൈറാർക്കി വരുമ്പോൾ വിഷ്ണുവിനെയാണ് ടോപ്പ് പൊസിഷനിൽ നിർത്തുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ, സെയിം ദൈവം തന്നെയാണ്, പക്ഷെ ആ ഒരു പൊസിഷൻ അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ ബ്രഹ്മ, വിഷ്ണു, ശിവ എന്ന് പറയുന്ന ഈ പവറിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഇപ്പൊ ബ്രഹ്മാവിന്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ സൃഷ്ടിക്കുക എന്നാണ്, ജനനം സൃഷ്ടിക്കുന്നതിനെയാണ് ബ്രഹ്മാവ് നിൽക്കുന്നത്. ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബ്രഹ്മാവിനോട് സംസാരിക്കുന്നു. ശിവന്റെ വിഷ്ണു, അത് കഴിഞ്ഞ് വരുന്ന വിഷ്ണു എന്ന് പറയുമ്പോൾ മീൻസ് ആ ഒരു ഓർഡറിൽ പറയുന്നില്ല, അത് റാങ്കിങ്ങിന്റെ ബേസിൽ പറഞ്ഞല്ല. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, വിഷ്ണു നമ്മുടെ ആ ഒരു മെയിൻറ്റെയിൻസ്, ലൈഫിന്റെ ആ ഒരു മെയിൻറ്റെയിൻ, ഇപ്പൊ നമ്മൾ ഈ കടന്നു പോകുന്നതൊക്കെ വിഷ്ണു ആണ് തീരുമാനിക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റ് ഈ ഒരു ഏജിലൊക്കെ. ഇനി അത് കഴിഞ്ഞ് ശിവൻ എന്തോ കൺസിഡർ വിത്ത് ഡിസ്ട്രക്ഷൻ, മരണത്തെ ബേസ് ചെയ്തിട്ടുള്ള ആളാണ് ശിവൻ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോന്നിനും ഓരോ ദൈവത്തെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ വിഘ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ഗണപതിയെ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ നന്നായി പഠിക്കാൻ വേണ്ടി സരസ്വതിയെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഓരോരുത്തർക്കും എന്താണ് ഓരോ കോൺസെപ്റ്റ്. പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ കണ്ടിട്ടില്ലേ, കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഓരോ വിശ്വാസങ്ങള്
ഉണ്ട്. ഇപ്പം കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകം ദൈവങ്ങളുണ്ട് അതിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി. ഇപ്പൊ തൊട്ടില് കെട്ടുന്നത് ഒരു ആചാരം. അങ്ങനെ ഓരോന്നിനെ വെച്ചിട്ടും ഓരോ ദൈവങ്ങളെ നമ്മൾ ആ ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സിനെ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കാറ്റിനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഫയറിനെ ദൈവമായിട്ട് കാണുന്നവരുണ്ട്, മലകളെ ദൈവമായിട്ട് കാണുന്നവരുണ്ട്. അങ്ങനെ നാച്ചുറൽ ഫോഴ്സസിലും ഈ ഒരു സൂപ്പർ നാച്ചുറൽ ബീങ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ഡർക്കീമിന്റെ സേക്രഡ് ആൻഡ് പ്രൊഫൈൻ എന്താന്ന് വെച്ചാൽ, സേക്രഡ് എന്ന് പറഞ്ഞാൽ സെറ്റ് അപ്പാർട്ട് ഓഫ് ഫോർബിഡൻ ഫ്രം ദ പ്രൊഫൈൻ ആൻഡ് ദ വേർഡ് എന്നാണ്, വേൾഡ് അല്ല. ദ വേർഡ് പ്രൊഫൈൽ റെഫേഴ്സ് ടു അൺഹോളി, മീൻസ് ഹോളി അല്ലാത്ത, സെക്യുലർ ആയിട്ടുള്ളത്. സെക്യുലർ എന്ന് പറഞ്ഞാൽ റിലിജനെ മാറ്റി നിർത്തുന്നതാണ് സെക്യുലർ. സോ സാധാ റിലിജനായിട്ട് ഒരു കൺസേൺ ഇല്ലാത്ത കാര്യങ്ങൾ പ്രൊഫൈനും, റിലിജൻ മറ്റേ ഗംഗയിൽ കുളിക്കുന്നതും നോർമലി കുളിക്കുന്നതും ഓർത്താൽ മതി. സേക്രഡ് ആൻഡ് പ്രൊഫൈൻ ഒന്ന് മനസ്സിലാക്കാം. ഇനി ബിലീഫ്സ് ആൻഡ് റിച്വൽസ്. നമ്മൾ എല്ലാവർക്കും ഒരു ബിലീഫ് കാണും. ബിലീഫ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ആ ഒരു മൈൻഡിലുള്ള ഒരു സ്റ്റേറ്റ് ആണ്, മൈൻഡിന്റെ ഒരു സ്റ്റേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാബിറ്റ് ആയിരിക്കാം, അല്ലെ? ഓരോരുത്തരെ നമ്മൾ ചിലപ്പോൾ ഒരു സാധനത്തെ നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഒരാളെ വിശ്വസിക്കുന്നു, ഒരു പ്രത്യേക ദൈവത്തെ വിശ്വസിക്കുന്നു എന്നൊക്കെ, ആ ഒരു വിശ്വാസമാണ് ബിലീഫ് എന്ന് പറയുന്നത്. നമ്മൾ വിശ്വാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? റിച്വൽസ് ചെയ്യും. ഞാനിപ്പം ഇസ്ലാമിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള റിച്വൽസ് ആയിരിക്കും. ഇപ്പൊ സെറിമണി, ഓരോ മാരേജ് എന്ന് പറയുന്ന സെറിമണിയിൽ വരുന്ന റിച്വൽസ് എന്ന് പറയുമ്പോൾ ആ ഒരു ബിലീഫിനെ ഇസ്ലാമിക് മതത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതുപോലെ റിച്വൽ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു സെറിമണീസിൽ വരുന്ന ഓരോ കാര്യങ്ങളാണ്. മീൻസ് ഒരു റിപ്പീറ്റഡ് ആക്ഷൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട്, ഇപ്പൊ ഫ്യൂണറൽ എന്ന് പറയുന്നത്, ഇപ്പൊ മരണം എന്ന് പറയുന്നത്, നമ്മൾ മരിച്ചു കഴിഞ്ഞ സാധാ രീതിയിലല്ലല്ലോ ദഹിപ്പിക്കുകയോ അല്ലെങ്കിൽ കുഴിച്ചിടുന്നതോ അങ്ങനെ ബോഡി റിമൂവ് ചെയ്യുന്നത്. എങ്ങനെ ഓരോ മതത്തിലും ഓരോ രീതിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു ബിലീഫിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിച്വൽ ആണ് എന്ത്, ഈ ഒരു ഫ്യൂണറൽ റൈറ്റ് എന്ന് പറയുന്നത്. സോ ബിലീഫ് എന്ന് പറയുന്നത് എന്താ, മോഡ് ഓഫ് ഫോമിങ് ഐഡിയാസ് വേർ റിച്വൽ ഇസ് മോഡ് ഓഫ് ആക്ഷൻ. നമ്മുടെ ആ ഒരു ഐഡിയ ഫോം ചെയ്യുന്നത് ബിലീഫും ആണ്, അതിനെ നമ്മൾ ആക്ട് ചെയ്യുന്നത്. ഇപ്പം ഫ്യൂണറൽ റൈറ്റ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ അല്ലേ, അപ്പം അതൊരു എക്സാമ്പിൾ ആയിട്ട് തന്നെ എടുക്കാം. ഇപ്പം 2 ഫോട്ടോയിൽ കാണാം. ഒന്നാമത്തേതില് എന്ന് പറഞ്ഞാൽ ഗംഗയിലോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് ഗംഗയിലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. അപ്പം ഒഴുക്കാൻ പോകുന്ന ഒരു ഫോട്ടോ ആണ്. അതെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസം അനുസരിച്ച്, ഹിന്ദുയിസത്തിലെ തന്നെ വിശ്വാസം അനുസരിച്ചിട്ട് അവിടെ ഗംഗയിൽ ഒഴുക്കിയ ഭയങ്കര പുണ്യമായി കിട്ടുമെന്നുള്ള വിശ്വാസം. അടുത്തത് കാണിക്കുന്നത് ക്രിസ്ത്യാനിറ്റി ആണ്. അപ്പൊ ക്രിസ്ത്യാനിറ്റിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവര് ഒരു കോഫിനിലാക്കിയിട്ട് ഇവർക്ക് കുഴിച്ചിടുമ്പോഴായിരിക്കും അവരുടെ ആ ഒരു വിശ്വാസം അനുസരിച്ചിട്ട് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഡിഫറൻസസ് വരും. റിച്വൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ആ ഒരു സോഷ്യൽ വാല്യൂസിനെ അടിച്ചുറപ്പിക്കാൻ കിട്ടുന്ന ഒരു കോൺസെപ്റ്റ് ആണ് റിച്വൽ എന്ന് പറയുന്നത്. അപ്പൊ വാലസ് 1966 പറഞ്ഞിട്ടുണ്ട്, ഈ റിലിജിയന്റെ ഏറ്റവും പ്രൈമറി, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് യൂസ് ഓഫ് റിച്വൽസ് ടു മൊബിലൈസ് സൂപ്പർ നാച്ചുറൽ പവേഴ്സ്. ഈ അമാനുഷിക ശക്തികളെ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പവേഴ്സിനെ ഒന്ന് നിയന്ത്രിക്കാനും യൂസ് ചെയ്യാനും ഒക്കെ നമ്മൾ റിച്വൽസ് യൂസ് ചെയ്യാറ് ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ ഈ ആൻസർ റൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ ഈ ആൾക്കാരുടെ ഒക്കെ പേര് മെൻഷൻ ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പൊ വാലസ്, നമുക്കറിയാം റിച്വൽ ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ റിലിജൻ. അപ്പൊ വാലസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നും കൂടെ ഒന്ന് ആഡ് ചെയ്യുക. അപ്പം അതിന് കുറച്ചുകൂടെ വാലിഡ് ആവും ആ ഒരു പോയിന്റ്. ഓക്കെ, ഇനി നമ്മൾ ഓരോരോ കോൺസെപ്റ്റ് നോക്കുക. ഒന്നാമത്തത് പ്രെയർ. എന്താ പ്രെയർ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്രാർത്ഥനയാണ്. സൂപ്പർ നാച്ചുറൽ ഒരു മേളിലൊരു പവർ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ വേ ഓഫ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. ഇപ്പൊ സിഖിസം ഒക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ഗുരുദ്വാരയിൽ ചെന്നിട്ട് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കുനിഞ്ഞ് കാൽമുട്ട് താഴെ വെച്ചിട്ട് ഇങ്ങനെ ബോ ചെയ്യണം. താഴെ ഗുരു നാനാക്കിനെ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഗുരു ഗ്രന്ഥ സാഹിബിൽ, ഗുരു ഗ്രന്ഥ ആ ഒരു ബുക്ക് ഉണ്ടല്ലോ, അവിടെ ഹോളി ടെക്സ്റ്റിനെ നമ്മൾ ഇങ്ങനെ തല താഴ്ത്തിച്ചിട്ട് വേണം അത് ചെയ്യാം. പക്ഷെ മുസ്ലിംസിലാണെങ്കിൽ ഈ ഒരു പിക്കിൽ കാണുന്ന പോലെയാണ് അവരുടെ പ്രെയർ. ഹിന്ദുയിസത്തിലാണെങ്കിൽ എങ്ങനെ, അവിടെ അമ്പലത്തിൽ ചെന്നിട്ട് ജസ്റ്റ് ഇവിടെ നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അവരുടെ ഒരു ടൈപ്പ് ഓഫ് പ്രെയർ. ഇപ്പം ആണുങ്ങൾ അമ്പലത്തിൽ കയറുമ്പോഴും പെണ്ണുങ്ങൾ അമ്പലത്തിൽ കയറുമ്പോഴും ഡിഫറൻസ് ഉണ്ട്. ചില അമ്പലങ്ങളിലൊക്കെ ആണുങ്ങൾക്ക് ഡ്രസ്സ്, അതായത് ഷർട്ട് ധരിച്ചുകൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചില ആണുങ്ങൾക്ക് ഷർട്ട് ധരിച്ചുകൊണ്ട് പറ്റത്തില്ല, പക്ഷെ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് അങ്ങനെ ഒരു കുഴപ്പമില്ല. കാരണം അത് ഒരു ബിലീഫ് അനുസരിച്ച്, അതൊരു ബിലീഫിന്റെ ഭാഗമാണ്. ഓക്കെ, ഈ ഡ്രസ്സ് ഷർട്ട് ഊരിയിട്ട് നമ്മൾ അകത്ത് കയറുന്നത് ഒരു റിച്വൽ ആണ്. അപ്പം അത് എന്തിന്റെ ബേസിൽ? ഒരു ബിലീഫാണ്. എന്തിന്റെ ബിലീഫാന്ന് വെച്ചാൽ ദൈവം അവിടെ ഇരുന്ന് ദൈവത്തിന്റെ ആ ഒരു വിഗ്രഹത്തിൽ നിന്നും അനുഗ്രഹം ഡയറക്റ്റ് സ്ത്രീകളുടെ നെറ്റിയിലും പുരുഷന്മാരുടെ നെഞ്ചത്തും ആണെന്നാണ് ആ ഒരു ബിലീഫ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഡയറക്റ്റ് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് ഷർട്ട് ഓപ്പൺ ആക്കിക്കൊണ്ട് അകത്തേക്ക് കയറുന്നത്. ഫുള്ള് ഊരി കളയണ്ട, നമുക്ക് ഒരു ഹാഫ് കൈയിൽ ഇടാൻ പറ്റും. അപ്പം ഈ ഒരു ഭാഗം കാണിക്കുക എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് അവിടെ വരുന്നത്. ഓക്കെ,
അപ്പൊ സ്ത്രീകൾക്ക് അത് മാൻഡേറ്ററി അല്ലാത്തത് കാരണം എന്താ? ഒന്ന് സൊസൈറ്റൽ തിങ്സ് ഉണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ നമ്മുടെ നെറ്റിയിലാണ് അനുഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് അവിടെ ഉള്ളത്. സോ അങ്ങനെ പ്രെയർ എന്ന് പറയുന്നത് നമ്മളൊരു പെറ്റീഷൻ കൊടുക്കുകയാണ്. സൂപ്പർ നാച്ചുറൽ ഓക്കെ ഇങ്ങനെ അത് സാധിച്ചു തരണേ എന്നുള്ള ഒരു പെറ്റീഷൻ ആണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിൽക്കാൻ പറ്റണേ എന്നൊക്കെ ഉള്ള ഒരു പെറ്റീഷൻ ആണ് പ്രെയർ എന്ന് പറയുന്നത്. ഇനി സോഴ്സറി എന്ന് പറഞ്ഞാല് നമ്മൾ മാജിക്കൽ പവറിനെ യൂസ് ചെയ്യുന്ന രീതിയാണ്. ചില വാക്കുകൾ കണ്ടിട്ട് അത് മാനിപ്പുലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഓരോ വേദത്തില്, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു വേദത്തിൽ നമ്മളിരുന്ന് വായിക്കുമ്പോൾ അഗ്നിപരീക്ഷണം എന്നൊരു കാര്യം കണ്ടു എന്ന് വെച്ചാൽ, അപ്പൊ അഗ്നിപരീക്ഷണത്തിലൂടെ അത് സാധിച്ചെടുത്തു എന്നുള്ള രീതിയിൽ ഒരു ഒരു റൈറ്റിംഗ്. ഇപ്പൊ യഥാർത്ഥത്തിൽ വേദാസിൽ ഇങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഈ ഒരു വേർഡ് എടുക്കുമ്പോൾ അഗ്നിപരീക്ഷണം എന്നുള്ളത് ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് എന്നുള്ളൊരു മീനിങ്ങിലായിരിക്കാം ആ റൈറ്റർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു വേർഡ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അഗ്നിയിലൂടെ നടക്കുവാണ്. അഗ്നിപരീക്ഷണം ഇങ്ങനെ ചെയ്താല് എന്റെ കാര്യങ്ങൾ നടക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇപ്പം കണ്ടിട്ടില്ല, കനലൊക്കെ ഇട്ടിട്ട് അതിന്റെ മേലെ കൊണ്ട് നടക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ആക്ട്സ് നമുക്ക് ഹാം ഉണ്ടാക്കുന്ന ഓരോ ഓരോ രീതികളെയാണ് സോഴ്സറി എന്ന് പറയുന്നത്. നിങ്ങൾ PK മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് റിലിജനെ നല്ല രീതിയിൽ അനലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഇതിനകത്ത് അമീർ ഖാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട് റിലിജന് വേണ്ടിയിട്ട്. ഇങ്ങനെ ദേഹത്ത് ഇങ്ങനെ വാള് വെച്ച് അടിച്ച് മുറിവുണ്ടാക്കുന്ന ഒരു സോങ്ങിനകത്ത് ഒരു സീനുണ്ട്. അതെന്ന് പറഞ്ഞ സോഴ്സറിയുടെ ഒരു ഭാഗമാണ് അല്ലെ. സ്വന്തമായിട്ട് വേദനിപ്പിച്ചിട്ട് ആ ഒരു പവർ മീൻസ് ദൈവത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുക, ആ ഒരു കോൺസെപ്റ്റ് ആണ്. അത് ആക്ച്വലി ഭയങ്കര നമ്മുടെ ഒന്നും കേരളത്തിൽ പൊളിറ്റിക്കലി കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും അധികം കാണാറില്ല. ഇനി അടുത്ത ഡിവിനേഷൻ എന്ന് പറയുന്നത് മറ്റ് സോഴ്സറി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഓപ്പൺ ആണെങ്കിൽ ഇത് കുറച്ചുകൂടി ഈ ഒരു റിച്വൽ എന്ന് പറഞ്ഞാൽ ഹിഡൻ ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നെന്ന് വെച്ചു, പ്രശ്നം വരുമ്പോ അത് എന്തുകൊണ്ടാ പ്രശ്നം വന്നതെന്ന് നമ്മള് ഭയങ്കര എന്താ ഭയങ്കര ഓപ്പൺ ആയിട്ടല്ലാതെ ഡീകോഡ് ചെയ്യും. നമുക്കിപ്പോ എനിക്ക് ഒന്നും ചെയ്തിട്ട് നടക്കുന്നില്ല, ഞാൻ എത്ര പഠിച്ചിട്ട് ഞാൻ പരീക്ഷയ്ക്ക് പാസ്സാവുന്നില്ല. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ പോയി ജോത്സ്യന്റെ ഒക്കെ അടുത്ത് പോയി മറ്റേ കരുക്കളൊക്കെ വെച്ച്, കരുക്കളല്ല ഇങ്ങനെ മാറ്റുന്ന ആ ഇത് വെച്ചിട്ട് നോക്കിയിട്ട് നമ്മൾ ഓക്കെ ശനിയുടെ അപഹാരമുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള കാര്യമാണ് ഡിവിനേഷൻ എന്ന് പറയുന്നത്. മീൻസ് ആ ഒരു സൂപ്പർ നാച്ചുറലിന്റെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഓരോ വേസ് വെച്ചിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇത് ഞാനിപ്പോ ജോത്സ്യത്തിന് ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു. അല്ലാതെ ചിലരുണ്ട് ഈ സൂപ്പർ നാച്ചുറൽ പവേഴ്സുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നതെന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഒരു ഇല ഇങ്ങനെ ഇട്ടിട്ട് അത് ഏത് ദിശയിലോട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ മഷിയല്ലല്ലോ, വെറ്റിലയില് മഷി തേച്ചിട്ട് കാര്യങ്ങൾ കാണുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ട്. കൂടുതലും അത് പണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നും കാണാനില്ല. അപ്പം അതിനെയാണ് ഡിവിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ മാജിക് എന്ന് പറഞ്ഞാൽ എന്താ? ഈ മേളിൽ നിൽക്കുന്ന പവറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആയിട്ടാണ് മാജിക് നമ്മൾ പറയുന്നത്. സോ ഇത്രയാണ് എന്തൊക്കെയായിരുന്നു പ്രെയർ, സോഴ്സറി, ഡിവിനേഷൻ, മാജിക്. ഈ 4 കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത മോറൽ പ്രിസ്ക്രിപ്ഷൻസ്. മൊറാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ള ആ ഒരു സാധനം നമുക്ക് ഇത് പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലെ. അതായത് റിലീജിയസ് ബിലീഫ്സും റിച്വൽസും ഹ്യൂമൻ ബീങ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്. ഇപ്പൊ ഓരോ സ്ഥലത്ത് 10 കമാൻഡ്മെന്റ്സ് ഉണ്ട്, മീൻസ് 10 ഇത് കമാൻഡ്മെന്റുകൾ. ഓരോ ഓക്കെ ഇങ്ങനെ നല്ലോണം ജീവിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം. ഇപ്പം നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് ജീസസ് പറഞ്ഞത്, അത് നമ്മള് ഒരു പ്രശ്നം ഉണ്ടാവാതെ സൊസൈറ്റിയിൽ ഒരു മോറൽ വാല്യൂ ആണല്ലേ മറ്റുള്ളവരെ സ്നേഹിക്കുക അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ബുദ്ധിസത്തിലാണെങ്കിലും 8 ഫോൾഡ് പാത്ത് ഉണ്ട്. റൈറ്റ് വ്യൂ, റൈറ്റ് ആക്ഷൻ, റൈറ്റ് മൈൻഡ്, റൈറ്റ് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഒരു 8 വ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് പാലിക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ മോറൽ പ്രിസ്ക്രിപ്ഷനും എന്ത് ചെയ്യുന്നുണ്ട്? റിലീജിയൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ കമാൻഡ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ദൈവമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, ഇല്ലെങ്കിൽ നമുക്ക് ദോഷം വരും. ഇപ്പം ഹെവൻ ഹെൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്, ഇവിടെ നല്ല പ്രവൃത്തികൾ ചെയ്താൽ ഹെവനിൽ പോവാം, ഇല്ലെങ്കിൽ ഹെല്ലിൽ പോയി നശിക്കും, അവിടെ എണ്ണയിലിട്ട് വറക്കും, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ പറയുന്നത്. അപ്പം നമ്മൾ ചിലപ്പോ അതിൽ വിശ്വസിക്കുന്നവരുണ്ട്. ഇപ്പൊ മരണത്തിന് ശേഷം സ്വർഗം നരകം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നവര് എന്ത് ചെയ്യും? ഇവിടെ നല്ല രീതിയിൽ നിൽക്കാനായിട്ട് ട്രൈ ചെയ്യും. സോ റിലിജൻ ആ ഒരു റൈറ്റ് റോങ് എന്ന് പറയുന്ന ഒരു കാര്യം ഡിസ്റ്റിംഗ്വിഷ് ചെയ്യണം. മറ്റേതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഇപ്പൊ ഫാമിലി അല്ലെങ്കിൽ സ്റ്റേറ്റ്, ഇപ്പൊ പോലീസുകാർ പറയുന്നതിനേക്കാളും വിശ്വാസം ചിലപ്പോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും പറയും എന്നതിനേക്കാളും നമുക്ക് വിശ്വാസം എന്ന് പറയുന്ന ദൈവം ത്തിന്റെ ആ ഒരു കോൺസെപ്റ്റില് ജ്യോതിഷം നോക്കി പറയുവാണെങ്കിൽ അത്രയും വിശ്വാസം. അപ്പൊ നിയമം ഒരു കാര്യം പറയുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ മടിയായിരിക്കും. പക്ഷെ അമ്പലത്തിലെ ഒരു പൂജാരി ഇന്ന മാതിരി ചെയ്യാൻ പറഞ്ഞു ചിലപ്പോ ആ ഒരു പേടിയിൽ ചെയ്യും. സോ റിലിജൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കരമായിട്ട് റൈറ്റും റോങ്ങും
ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇന്റലക്ച്വൽ തിയറീസ് നേരത്തെ പറഞ്ഞ ഗോസ് തിയറി അതൊക്കെ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ നോക്കാം. സോ ബൈ.